അയ്യപ്പ ദർശനം പറഞ്ഞറിയിക്കാനാകാത്ത അനുഭവമെന്ന് ചലച്ചിത്ര താരം ജലജ. ദൂരദർശൻ വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജലജയും ഭർത്താവ് പ്രകാശും. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടി ജലജേച്ചി നമ്മോടൊപ്പമുണ്ട്. ഒരു മാളികപ്പുറമായിട്ടാണ് സന്നിധാനത്തെത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ദർശനമൊക്കെ? സ്വാമി ശരണം. വളരെ നല്ല ദർശനം. വികാരം എന്ന് പറയുന്നത് നമ്മൾ വന്ന് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഞാനും ഹസ്ബൻഡും കൂടെ വന്നത്, പ്രകാശും കൂടെ വന്നത്. പക്ഷേ ഞങ്ങൾക്ക് മുട്ടിനൊക്കെ വേദനയൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾ വന്ന് നടന്നേ വരുള്ളൂ എന്നുള്ള ഒറ്റ ഇതിലാണ് നടന്ന് കയറി. ബുദ്ധിമുട്ടുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ആ ബുദ്ധിമുട്ടൊക്കെ ഇവിടെ വന്ന് അതിനെ കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭവമാണ്. അത് സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് മലയാളം ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള അയ്യപ്പ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. നേരിട്ടൊന്ന് തൊഴാനുള്ള ഭാഗ്യം അത് തന്നെ വലിയ സായുജ്യം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു നാളെ വന്ന് തൊഴാൻ ഇന്നലെയൊക്കെ ആയിട്ട് ഞങ്ങൾ തൊഴുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന അവസരം വന്ന് തൊഴുതിട്ട് ആർക്കും ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പോകുന്നുണ്ടല്ലോ. അപ്പം ഒന്ന് കണ്ട് തൊഴുതിട്ട് ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ത് തടസ്സവും എന്ത് വയ്യായി ഉണ്ടെങ്കിലും അയ്യൻ്റെ മുമ്പിൽ നിന്ന് വന്ന് ഒരു രണ്ട് കണ്ണീര് വിട്ട് കഴിഞ്ഞാൽ അതെല്ലാം മാറി സായുജ്യമറിയ. ഇനി ഞാൻ അയ്യനെ കാണുമെന്ന് എനിക്കറിയില്ല. ഇത് ഒരുപക്ഷെ എൻ്റെ അവസാനത്തെ ദർശനമാവാം. അപ്പം അയ്യനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, സ്വാമിയെ ശരണം. നമുക്ക് ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് ഉണ്ടാകുന്ന ആ ഒരു വികാരം എന്ന് പറയുന്നത് നമുക്കത് അനുഭവിക്കുമ്പോൾ ഉള്ള ഒരു വികാരമാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്വാമിയെ ശരണം അയ്യപ്പ. തീർച്ചയായിട്ടും ജീവിതാനുഭവങ്ങളും ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധവും ഒക്കെ മനസ്സിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് ഓരോ ഭക്തരും ഈ മല കയറുന്നതും. അതുപോലെ തന്നെ ആത്മസായുജ്യം അണഞ്ഞു തന്നെയാണ് അവർ ഓരോരുത്തരും മല ഇറങ്ങുന്നതും. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.